ഹലോ ഫ്രണ്ട്സ്, 2026 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കൃത്യമായ ഡയറക്ഷൻ ഇല്ലാതെ, അതായത് ഒരു കണ്ടിന്യൂസ് ബുള്ളിഷ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫോൾ, ഇവയിലൊന്നും കൃത്യമായിട്ട് ഒരു ഉറപ്പ് നൽകാത്ത മാർക്കറ്റ് സെഷനുകളാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ അൺസർട്ടനിറ്റിക്ക് കാരണം മിക്ക ഇൻവെസ്റ്റേഴ്സും പൈസ പിൻവലിച്ച് പാനിക് ആവുമ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി റെഡി ആവുന്നുണ്ട്. സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ചെറിയ ലോസിൽ പേടിച്ച് എക്സിറ്റ് ചെയ്യുമ്പോൾ ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള സ്ട്രാറ്റജിക് സെക്ടറുകളിലെ സ്റ്റോക്കുകൾ ഒരു വലിയ കുതിപ്പിന് റെഡിയാവുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. ഫണ്ടമെന്റലിയും ടെക്നിക്കലിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2026 നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ തന്നെ മാറ്റിമറിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള 5 സ്റ്റോക്കുകളെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുകയാണ്. മാർക്കറ്റിലെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നല്ല കമ്പനികളെ കണ്ടെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കണം, ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത്, റിസ്ക് അനാലിസിസ് ചെയ്ത്, നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. 2026 വലിയ മൂവ്മെന്റ് നടത്താൻ സാധ്യതയുള്ള ആ 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓഹരി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിലാണ്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് കാരണം ഡിഫൻസ് സെക്ടറിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. മെയിൻ ബെനിഫിഷ്യറി ആയിട്ട് HAL മുമ്പിൽ തന്നെയുണ്ട്. ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ HALന്റെ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. വരും വർഷങ്ങളിൽ ഒരു സ്റ്റേബിൾ റവന്യൂ ഉറപ്പാക്കുന്ന വലിയ കോൺട്രാക്ടുകൾ കമ്പനിയുടെ കയ്യിലുണ്ട്. ഡിഫൻസ് ഇമ്പോർട്ട് കുറച്ച് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഗവൺമെന്റിന്റെ പോളിസി HAL വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു കൊടുക്കുന്നത്. അത് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലേക്ക് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലും വലിയൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓർഡറുകൾ വരുന്നതിനനുസരിച്ച് ചില ക്വാർട്ടറുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഫൈനൽ ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന കാര്യം പരിഗണിക്കാനായിട്ട് ജൂൺ 29 മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാനുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ്. ചെറിയ ഡിപ്സിന് ശേഷം എപ്പോഴും സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു കയറുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം പുതിയൊരു മൂവിനായിട്ട് സ്റ്റോക്ക് റെഡിയാവുന്നു എന്ന് തന്നെ നമുക്ക് ചാർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കീ റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ നല്ല വോളിയത്തോടെയുള്ള ബ്രേക്ക്ഔട്ട്, ഒരു ക്ലിയർ അപ്പ് മൂവ്മെന്റിനുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടും എന്ന് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനായിട്ട് നമുക്ക് ചാർട്ടിൽ കണ്ണു നട്ടിരിക്കാം. ചാർട്ടിലെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് മൊമെന്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി നമുക്കിവിടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇനി ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് പവർ സെക്ടറിലെ ലീഡിംഗ് പെയർ ആയിട്ടുള്ള ടാറ്റ പവർ ആണ്. ഇന്ത്യയുടെ ഫ്യൂച്ചർ എനർജി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ടാറ്റ പവർ ഒരു വലിയ റോൾ വഹിക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. ഒന്ന് റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് നെറ്റ്വർക്ക്, മൂന്നാമത് പവർ ഡിസ്ട്രിബ്യൂഷൻ. ഫണ്ടമെന്റലി ടാറ്റ പവർ ട്രഡീഷണൽ എനർജിയിൽ നിന്ന് ഗ്രീൻ എനർജിയിലേക്ക് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ, വിൻഡ് എനർജി പ്രോജക്ടുകളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ EV റവല്യൂഷൻ വരുമ്പോൾ അതിന് വേണ്ട ചാർജിംഗ് സ്റ്റേഷനുകളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൽ ടാറ്റ പവർ വളരെ നല്ല രീതിയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. 700-ലധികം നഗരങ്ങളിലായിട്ട് 5500-ൽ കൂടുതൽ പബ്ലിക് ചാർജിംഗ് പോയിന്റുകളുമായിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇവരുടേത്. ഫ്യൂച്ചറിൽ വലിയൊരു റവന്യൂ സ്ട്രീമായിട്ട് മാറാൻ സാധ്യതകളുണ്ട്. പല സ്റ്റേറ്റുകളിലും പവർ ഡിസ്ട്രിബ്യൂഷനുള്ള ലൈസൻസ് കിട്ടിയത് കമ്പനിയുടെ റവന്യൂവിന് നല്ലൊരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിയാൽ ടാറ്റ പവർ സ്റ്റോക്ക് ലോങ് ടൈം ആയിട്ട് ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. നല്ലൊരു സ്ട്രോങ് അപ് ട്രെൻഡിന്റെ ലക്ഷണമാണ് ഇവിടെ കാണിക്കുന്നത്. ഇടയ്ക്കിടെ വരുന്ന ഈ ഒരു ഡിപ്പുകളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഒരു മേജർ സപ്പോർട്ട് സോണിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായാൽ അടുത്ത ടാർഗറ്റ് ഈ ഒരു പഴയ ഹൈ ലെവൽസ് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജ് ഒക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്കുള്ള ടാർഗറ്റുകളും നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് പോകാം. അപ്പൊ ഇനി നമുക്ക് ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ എന്നീ ഏരിയകളിൽ മൊത്തത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയായിട്ടുള്ള സീമെൻസ് ഇന്ത്യ. ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ട ടെക്നോളജിയും എക്യുപ്മെന്റ്സും കൊടുക്കുന്നതിൽ സീമെൻസിന് വലിയൊരു റോളുണ്ട്. സീമെൻസിന്റെ ഒരു പ്ലസ് പോയിന്റ് അതിന്റെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് മോഡലാണ്. റെയിൽവേ ഓട്ടോമേഷൻ, പവർ ട്രാൻസ്മിഷൻ, സ്മാർട്ട് ഗ്രിഡുകൾ, ഫാക്ടറി ഓട്ടോമേഷൻ തുടങ്ങി ഒരുപാട് ഏരിയകളിൽ കമ്പനി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ പ്രത്യേകിച്ച് റെയിൽവേ, എനർജി, അതുപോലെ തന്നെ ഡേറ്റാ സെന്ററുകൾ, ഇവയിലൊക്കെ ഗവൺമെന്റ് നടത്തുന്ന വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സീമെൻസിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് വളരെ ശക്തമാണ്. ഫ്യൂച്ചർ റവന്യൂവിൽ നല്ല സ്റ്റെബിലിറ്റിക്കുള്ള സാധ്യത ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ നോക്കിയാൽ സീമെൻസിന്റെ ഒരു സ്റ്റോക്ക് ഒരു സ്ട്രോങ് റാലിക്ക് ശേഷം കുറച്ചു കാലമായിട്ട് ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ഒരു പുതിയ റാലിക്ക് മുമ്പുള്ള ഒരു ഒരുങ്ങലാണ് എന്ന് നമുക്ക് കണക്കാക്കാം. RSI, MACD പോലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പോസിറ്റീവ് സിഗ്നലുകൾ തന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് നല്ല വോളിയത്തോടെ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായ സ്റ്റോക്കിന് പുതിയ ഒരു ഹൈയിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സാധ്യത നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അതിനിടയിൽ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് കൂടുതൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ നമുക്ക് ലിസ്റ്റിലെ 4ാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഫിനാൻഷ്യൽ സെക്ടറിലെ ഒരു വമ്പൻ പ്ലെയർ ആയിട്ടുള്ള ബജാജ് ഫിനാൻസ്. ഇന്ത്യയിലെ കൺസ്യൂമർ ഫിനാൻസ് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് ഈ ഒരു കമ്പനി നൽകുന്നത്. ബജാജ് ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത്, അതിന്റെ വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും വലിയ കസ്റ്റമർ ബേസും ഒക്കെ തന്നെയാണ് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും ആളുകളുടെ പർച്ചേസിംഗ് പവറും ഒക്കെ കൂടുന്നത് ബജാജ് ഫിനാൻസിന്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിട്ടാണ് കണക്കാക്കാൻ കഴിയുക. റീസെന്റ് ആയിട്ട് RBIയുടെ ഭാഗത്ത് നിന്ന് ചില റെസ്ട്രിക്ഷൻസ് വന്നിരുന്നെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്ത് കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കമ്പനിയുടെ ലോങ് ടൈം ഗ്രോത്തിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. എന്നിരുന്നാൽ കൂടി ഹെൽത്തി ഗ്രോത്ത് ലുക്കൌട്ടും സ്ട്രോങ് ക്യാപിറ്റൽ പൊസിഷൻസും കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ വ്യൂവിൽ നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബജാജ് ഫിനാൻസിന്റെ സ്റ്റോക്ക് കറക്ഷൻ ഫേസിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചാർട്ടുകളിൽ ഒരു ബേസ് ഫോർമേഷൻ നടക്കുന്നത് കാണാൻ കഴിയും. ഒരു ഡൗൺ ട്രെൻഡ് തീരുന്നതിന്റെയും പുതിയ അപ്പ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നതിന്റെയും ഒരു സൂചനയാണ് ഇവിടെ ഉള്ളത്. സ്റ്റോക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 200-day മൂവിംഗ് ആവറേജ് മുകളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് ഈ ഒരു മേഖല എന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ ലെവലിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഒരു നല്ല ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിന്റെ സിഗ്നൽ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു മേഖലയിൽ ലഭിക്കുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്ക് IT സെക്ടറിൽ നിന്നുള്ള പെർസിസ്റ്റന്റ് സിസ്റ്റം ആണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ വേഗത്തിൽ വളരുന്ന ഏരിയാസിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി നോക്കിയാൽ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് സ്റ്റേബിൾ ആയിട്ടുള്ള റവന്യൂ ഗ്രോത്തും നല്ല പ്രോഫിറ്റബിലിറ്റിയും കാണിക്കുന്ന കമ്പനിയാണ്. ഗ്ലോബലായിട്ട് കമ്പനികൾ ഡിജിറ്റലായിട്ട് മാറുമ്പോൾ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ സർവീസുകൾക്ക് ഡിമാൻഡ് കൂടുകയാണ്. വലിയ ഗ്ലോബൽ കമ്പനീസുമായിട്ടുള്ള ലോങ് ടേം കോൺട്രാക്ടുകൾ കമ്പനിക്ക് സ്റ്റേബിൾ റവന്യൂ ഉറപ്പാക്കുന്നുണ്ട്. ഇന്നോവേഷനിലുള്ള ശ്രദ്ധയും സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റുമാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. അപ്പോൾ ടെക്നിക്കൽ ചാർട്ടുകൾ നമുക്ക് നോക്കാം. IT സെക്ടറിലെ പൊതുവായിട്ടുള്ള വീക്ക്നെസ് കാരണം ഈ സ്റ്റോക്കിലും കുറച്ചു കാലമായിട്ട് ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ട് ചാൻസുകൾ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പ്രധാന റെസിസ്റ്റൻസ് സോൺ മറികടക്കാൻ സ്റ്റോക്ക് ശ്രമിക്കുന്നു. നല്ല വോളിയത്തോടെയുള്ള ഈ ബ്രേക്ക്ഔട്ട് നടന്നാൽ അത് പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ പുതിയ ഹൈസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. IT സെക്ടറിൽ ഒരു റിക്കവറി വരുമ്പോൾ പെർസിസ്റ്റന്റ് സിസ്റ്റം പോലെയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ആദ്യം തന്നെ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കൂടി മുന്നിലുണ്ട്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. 5 സ്റ്റോക്കുകളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ടാറ്റ പവർ, സീമെൻസ്, ബജാജ് ഫിനാൻസ്, പിന്നെ പെർസിസ്റ്റന്റ് സിസ്റ്റം. 5 പ്ലേയേഴ്സും ലോങ് ടൈം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. ഡിഫൻസ്, പവർ, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ്, IT പോലെയുള്ള ഇന്ത്യയിലെ ഗ്രോത്തിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സെക്ടറുകളിലാണ് ഈ കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും റിസ്കിന് വിധേയമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിസർച്ച്, അതുപോലെ തന്നെ നമ്മുടെ എൻട്രി പോയിന്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കി മനസ്സിലാക്കി എൻട്രി ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി തരുന്ന കമ്പനികളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. കൂടുതൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളും ഓപ്പർച്യൂണിറ്റികളും കണ്ടെത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.